കഴിഞ്ഞ ദിവസം ഒരു കോളേജ് വിദ്യാർത്ഥി ഇടിമിന്നലേറ്റ് മരിച്ചിരുന്നു. കൊരട്ടിപ്പറമ്പിൽ മുഹമ്മദ് സെയ്ഫാണ് മരിച്ചത്. ഇടിമിന്നലേറ്റുള്ള മരണങ്ങളൊക്കെ ഈ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ സാധാരണയായി സംഭവിക്കാറുണ്ട്. പക്ഷേ കോട്ടയം CMS കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഈ യുവാവ് വീട്ടിൽ കുളിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് വിവരങ്ങൾ. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ അവസരത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ച് പറയാം. അതായത് ഇടിയും മിന്നലും ഉള്ള സമയത്ത് വെള്ളത്തിൽ ഇറങ്ങരുതെന്നും അതുപോലെ തന്നെ കുളിക്കരുതെന്നും ഒക്കെ പഴമക്കാർ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുമ്പോൾ തന്നെ അതിലൊക്കെ കാര്യമുണ്ട് എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അപകടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം 10-ഉം ഇന്നുമൊക്കെ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒരു ഒറ്റനോട്ടത്തിൽ പറയാം. ഇടിമിന്നൽ അപകടകാരികളാണ്. അത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതാശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. എപ്പോഴും ഇടിമിന്നൽ കാണണമെന്നില്ലാത്തതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരരുത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക. പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ അത് കാര്യമാക്കേണ്ട. മൊബൈൽ ഫോണും മാക്സിമം ഒരു അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മാക്സിമം മൊബൈൽ ഫോണും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഒക്കെ പോകുന്ന പതിവുണ്ട് ചില വീട്ടമ്മമാർക്ക്. അത് ചെയ്യരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേക്കാൻ കാരണമായേക്കാം. എന്തായാലും ഇതൊക്കെ കുറേ കാര്യങ്ങൾ എപ്പോഴും ഇതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ഇങ്ങനൊരു അവസരം കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ജാഗ്രതയോടെ പാലിക്കേണ്ടതാണ്. നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ കുട്ടികളോട് ഒക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. ജസ്റ്റ് കർമ്മസ്.